ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്ലോക്കോമയെക്കുറിച്ചാണ്. ഡോക്ടർ, നേരത്തെ ഗ്ലോക്കോമ വരാനുള്ള പ്രായങ്ങൾ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ചോദിക്കട്ടെ ഡോക്ടർ, ഏതൊക്കെ തരത്തിലാണ് ഗ്ലോക്കോമയുള്ളത്? നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ഗ്ലോക്കോമയെ ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തേന് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്നും രണ്ടാമത്തേന് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ എന്നും പറയും. ഓപ്പൺ എന്ന് വെച്ചാൽ തുറന്നിരിക്കുന്നത്, ക്ലോസ്ഡ് എന്ന് വെച്ചാൽ അടഞ്ഞിരിക്കുന്നത്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ നമ്മളെ കണ്ണിൻ്റെ അകത്ത് ഒരു തടസ്സമുണ്ട്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ കണ്ണിൻ്റെ അകത്ത് ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ കണ്ണിൻ്റെ അകത്തുണ്ടാകുന്ന ദ്രാവകങ്ങൾ വെളിയിലോട്ട് നിരന്തരമായി പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു പാത്വേയിൽ, ആ ഒരു വഴിയിൽ ഒരു തടസ്സമുണ്ടെങ്കിൽ അതിന് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്നു. അതേസമയം ഈ ഒരു പാത്വേയിൽ തടസ്സമില്ലെങ്കിൽ അതിന് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്നു. അങ്ങനെ പ്രധാനമായും രണ്ട് രീതിയിലുള്ള ഗ്ലോക്കോമയാണുള്ളത്. ഓപ്പൺ ആംഗിൾ, അതായത് തുറന്ന ആംഗിളുള്ള ഗ്ലോക്കോമയും ക്ലോസ്ഡ് ആംഗിൾ, അതായത് അടഞ്ഞിരിക്കുന്ന ആംഗിളുള്ള ഗ്ലോക്കോമയും. ഇതിൻ്റെ ചികിത്സയിൽ വളരെ വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്ലോക്കോമ രോഗിയാണെങ്കിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണോ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ ആണോ എന്നുള്ളതാണ്. ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയ്ക്ക് ഒരു ചികിത്സ മാത്രമേ ഉള്ളൂ, അത് ലേസർ ശസ്ത്രക്രിയയാണ്. ലേസർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഭയമുണ്ടാകും, ലേസർ ഓപ്പറേഷൻ എന്നൊക്കെ പറയും. പക്ഷേ ഇത് വളരെ നിസ്സാരമായിട്ടുള്ള, നമുക്ക് ഉദ്ദേശം ഒരു 5-10 മിനിറ്റ് മാത്രം എടുക്കുന്ന ഒരു ഓപ്പറേഷനാണ്. ലേസർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിസിക്കലായിട്ടുള്ള ക്ലോഷർ, അതായത് ഈ ബ്ലോക്ക് നമുക്ക് ലേസറിൽ കൂടി തുറന്ന് നമുക്ക് മാറ്റാൻ സാധിക്കും. അതിനാണ് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയ്ക്ക് നമ്മൾ സാധാരണ രീതിയിൽ ലേസർ അടിക്കാറില്ല. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയ്ക്ക് തുള്ളിമരുന്നുകൾ കൊണ്ട് ചികിത്സയാണ് മിക്കവാറും എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്. ഡോക്ടർ, ഇത് തന്നെയാണോ ഈ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ? ആംഗിൾ ക്ലോഷർ, അതായത് കണ്ണിൻ്റെ അകത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത് കണ്ണിൻ്റെ കൃഷ്ണമണിയും തവിട്ട് നിറമായ ഐറിസും തമ്മിലുള്ള ഗ്യാപ്പിനാണ് ആംഗിൾ എന്ന് പറയുന്നത്. ഈ ഫോട്ടോയിൽ അത് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഈ ആംഗിളിൽ ക്ലോഷർ വരുന്നു, അതായത് ഈ തവിട്ട് നിറത്തിലുള്ള നമ്മുടെ ഐറിസ് കൃഷ്ണമണിയിലോട്ട് ഒട്ടിച്ചേർന്ന് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നതിനാണ് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ദൃശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം പോകുന്ന വഴിയിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതിനാണ് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അവിടെ ഫിസിക്കലായിട്ടൊരു ബ്ലോക്ക് ഉള്ളതുകൊണ്ട്, അതായത് നമുക്ക് അവിടെ ഒരു തടസ്സം ഉള്ളതുകൊണ്ട് ആ തടസ്സം നമ്മൾ ലേസർ ഉപയോഗിച്ച് നീക്കിയാൽ മാത്രമേ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ മാറുകയുള്ളൂ. ഡോക്ടർ, എന്താണ് ഈ പ്രൈമറി ഗ്ലോക്കോമ, സെക്കൻഡറി ഗ്ലോക്കോമ, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അത് കുറച്ചൊരു ടെക്നിക്കലായിട്ടുള്ള, സാങ്കേതികമായിട്ടുള്ള ചോദ്യമാണ്. ഗ്ലോക്കോമ രോഗികൾക്ക് താല്പര്യമുള്ളതുകൊണ്ട് കുറച്ചൊന്ന് വിശദമായിട്ട് പറയാം. ഗ്ലോക്കോമ നമ്മൾ ഓപ്പൺ ആംഗിളും ക്ലോസ്ഡ് ആംഗിളുമായിട്ട് നമ്മൾ അനാറ്റമിക്കൽ, അതായത് കണ്ണിൻ്റെ അകത്ത് ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആംഗിൾ ക്ലോഷറും ഓപ്പൺ ആംഗിളുമായിട്ട് രണ്ടായി തരംതിരിക്കുന്നു. അത് കൂടാതെ വേറൊരു രീതിയിൽ തരംതിരിക്കാവുന്നത് പ്രൈമറിയും സെക്കൻഡറിയുമായിട്ടാണ്. പ്രൈമറി എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒരു കാരണവും ഇല്ലാതെ ഉണ്ടാകുന്ന ഗ്ലോക്കോമയ്ക്കാണ് പ്രൈമറി ഗ്ലോക്കോമ എന്ന് പറയുന്നത്. സെക്കൻഡറി ഗ്ലോക്കോമ, സെക്കൻഡറി എന്ന് വെച്ചാൽ രണ്ടാമതായി ഉണ്ടാകുന്നതാണ് സെക്കൻഡറി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. സെക്കൻഡറി ഗ്ലോക്കോമ എന്തെങ്കിലും ഒരു കാര്യത്തിന് തുടർച്ചയായി ഉണ്ടാകുന്ന ഗ്ലോക്കോമയ്ക്കാണ് സെക്കൻഡറി ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ആദ്യം ഉണ്ടാക്കുന്ന പ്രശ്നം തിമിരമാകാം, യുവിഐറ്റിസ് ഉള്ള അസുഖമാകാം, കണ്ണിലേക്കുന്ന ക്ഷതമാകാം. ഈ ഏതെങ്കിലും ഒരു കാരണത്തിന് തുടർച്ചയായി ഉണ്ടാകുന്ന ഗ്ലോക്കോമയ്ക്കാണ് സെക്കൻഡറി ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഒരു കാരണമുണ്ടാകുന്ന ഗ്ലോക്കോമ ആയതുകൊണ്ട് അതിൻ്റെ ചികിത്സ ഉണ്ടായ കാരണത്തെ ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തിമിരം കാരണം ഉണ്ടാകുന്ന ഗ്ലോക്കോമ, കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട് കാരണം ഉണ്ടാകുന്ന ഗ്ലോക്കോമയ്ക്കുള്ള ചികിത്സ തിമിരത്തിനുള്ള ഓപ്പറേഷനാണ്. യുവിഐറ്റിസ് മൂലം ഉണ്ടാകുന്ന ഗ്ലോക്കോമയ്ക്കുള്ള ചികിത്സ യുവിഐറ്റിസിനുള്ള ചികിത്സയാണ്. ഇതാണ് പ്രൈമറിയും സെക്കൻഡറി ഗ്ലോക്കോമയും തമ്മിലുള്ള വ്യത്യാസം. ഡോക്ടർ, ഈ അസുഖത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ? ചികിത്സ നമുക്ക് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണോ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയാണോ എന്ന് ഉള്ള രീതിയിലാണ്. ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയാണെങ്കിൽ അതിനുള്ള ചികിത്സ ലേസർ ശസ്ത്രക്രിയയാണ്. ലേസർ നമുക്ക് അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ അല്ല. ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജസിലും ലേസർ അവൈലബിൾ ആണ്. മിക്ക സ്വകാര്യ ആശുപത്രികളിലും ലേസർ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ലേസർ നമ്മൾ ചെയ്യുന്നത് കണ്ണിൻ്റെ അകത്തുള്ള തവിട്ട് നിറമായ ഐറിസിൻ്റെ പുറത്ത് ചെറിയൊരു ലേസർ രശ്മിച്ച് ഒരു ദ്വാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അധികം ചിലവേറിയ ഓപ്പറേഷൻ അല്ല. ഇതിന് നമുക്ക് ഹോസ്പിറ്റലുകൾ തമ്മിൽ ഒരു 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും ഇടയ്ക്കുള്ള ചിലവാണ് വരുന്നത്. സർക്കാരിൻ്റെ RSBY കാർഡുള്ളവർ, അതായത് BPL റേഷൻ കാർഡുള്ള എല്ലാവർക്കും ആ സ്കീമിലുള്ള ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ ഈ ചികിത്സ സൗജന്യമായി ലഭ്യമാണ്.
ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയ്ക്ക് ലേസർ ചെയ്യണം. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയ്ക്ക് നമ്മൾ തുള്ളിമരുന്നുകൾ ഉപയോഗിക്കണം. തുള്ളിമരുന്നുകളും ഭാഗ്യവശാൽ അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള മരുന്നുകളല്ല. ഇപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ ചികിത്സയോ ഡയബറ്റീസിൻ്റെ ചികിത്സയോ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്ലോക്കോമയ്ക്കുള്ള ചികിത്സ അത്രത്തോളം എക്സ്പെൻസീവ് അല്ല. ഏറ്റവും വില കുറഞ്ഞ മരുന്ന് നമുക്ക് 40 രൂപ 50 രൂപ മുതൽ നമുക്ക് തുള്ളിമരുന്നുകൾ അവൈലബിൾ ആണ്. ഈ മരുന്നുകളിൽ ചികിത്സ കൺട്രോൾ ആകുന്നില്ല എങ്കിൽ മാത്രം നമുക്ക് കുറച്ചുകൂടെ വില കൂടിയ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. മരുന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ണിൽ ഒഴിക്കുന്ന തുള്ളിമരുന്ന് ഒരു തുള്ളി മാത്രം ഉപയോഗിക്കുക. സാധാരണ എല്ലാ തുള്ളിമരുന്നുകളും കുപ്പി 1 മാസത്തേക്കോ 40 ദിവസത്തേക്കോ തികയും. ഒരു തുള്ളി വെച്ച് ഉപയോഗിക്കേണ്ട മരുന്നാണെങ്കിലും 3 നേരം ഉപയോഗിക്കേണ്ട മരുന്നാണെങ്കിലും കുപ്പിക്കകത്ത് സാധാരണ 1 മാസത്തേക്കുള്ള തുള്ളിമരുന്നുകൾ കാണും. നമ്മുടെ കണ്ണിൻ്റെ അകത്ത് നമ്മൾ കണ്ണ് പോള താഴോട്ടാക്കി ഒരു തുള്ളി ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് 1 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ. 2 തുള്ളിയോ 3 തുള്ളിയോ ഒഴിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു തുള്ളിമരുന്നിൻ്റെ കുപ്പി നമുക്ക് 1 മാസം വരെ ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാഴ്ച, നേരത്തെ കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്ന് വിളിച്ചു, പക്ഷേ ഈ നിശബ്ദ കൊലയാളി നമുക്ക് തടയാൻ സാധിക്കും. ഡോക്ടർ, അവസാനമായി ഒരു ചോദ്യം കൂടി. അതായത് അമിതമായുള്ള മർദ്ദം കൊണ്ടാണ് ഗ്ലോക്കോമ വരുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമിതമായ മർദ്ദമുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് ചികിത്സിക്കാൻ പോകുമ്പോൾ അവർ ഗ്ലോക്കോമ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചിട്ടുമുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കുമോ? എന്താണ് അതിന്റെ സത്യാവസ്ഥ? സത്യാവസ്ഥ കുറച്ച് സങ്കീർണമാണ്. ഗ്ലോക്കോമ എന്ന് പറയുന്ന കുറച്ചൊരു കൺഫ്യൂസിങ്, നമുക്ക് എളുപ്പം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒക്കുന്ന ഒരു അസുഖമല്ല. ഇപ്പോൾ നമ്മൾ ഡയബറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫാസ്റ്റിംഗ് ഷുഗർ 100 താഴെയാണെങ്കിൽ ഡയബറ്റീസ് ഇല്ല, 100 കൂടുതലാണെങ്കിൽ പ്രീ ഡയബറ്റീസ്, 120 കൂടുതലാണെങ്കിൽ ഡയബറ്റീസ്. ബ്ലഡ് പ്രഷർ 120/80 നോർമൽ, 130/90 ഹൈപ്പർടെൻസീവായി. അതേസമയം ഗ്ലോക്കോമയ്ക്ക് നമുക്ക് ഇന്ന പ്രഷറിൽ കൂടുതൽ ഗ്ലോക്കോമ എന്നും ഇന്ന പ്രഷറിൽ കുറവ് ഗ്ലോക്കോമ എന്നും പറയാൻ ഒക്കുന്നില്ല. ചില അവസരങ്ങളിൽ പ്രഷർ കുറവാണെങ്കിലും ഗ്ലോക്കോമ വരാം. അതിന് നോർമൽ ടെൻഷൻ ഗ്ലോക്കോമ എന്ന് പറയുന്നു. ചില അവസരങ്ങളിൽ പ്രഷർ കൂടുതലാണെങ്കിലും ഗ്ലോക്കോമ ഉണ്ടാകുന്നില്ല. അതിന് ഓക്കുലർ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഗ്ലോക്കോമ ഡിഫൈൻ ചെയ്യുന്നത്, ഇത് നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വാചകത്തിൽ നിന്ന് മനസ്സിലാകാം. ഗ്ലോക്കോമ ഇസ് ദ പ്രഷർ മോർ ദാൻ വിച്ച് ദ ഐ ക്യാൻ ടോളറേറ്റ്. അതായത് ഓരോരുത്തർക്കും താങ്ങാനൊക്കുന്നതിനേക്കാളും കൂടുതൽ പ്രഷറിനാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ചിലർക്ക് ഈ താങ്ങാനൊക്കുന്ന പ്രഷർ 15 ആകാം, ചിലർക്ക് 25 30 ആകാം. അപ്പോൾ നമ്മൾ ഗ്ലോക്കോമ എന്ന് വിശേഷിക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക്, അതായത് ഒരു വ്യക്തിയുടെ കണ്ണുകൾക്ക് താങ്ങാനൊക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള പ്രഷറിനാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു രോഗമാണെങ്കിലും കൂടി ഒരുപാട് വിശദാംശങ്ങൾ ഡോക്ടറിൽ നിന്നും ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം കുമാരപുരത്തെ ദിവ്യപ്രഭ കണ്ണാശുപത്രിയിലെ ഓഫ്താൽമോളജിസ്റ്റായ ഡോക്ടർ ദേവിൻ പ്രഭാകരാണ്. ഡോക്ടർ, വളരെയധികം നന്ദി.